ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അങ്ങനെ 3 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലവർ മാവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കോൺഫ്ലവർ മാവ് ചേർത്ത് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം ഒറിഗാനോ ഇവിടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇച്ചിരി മല്ലിയിലും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്ര തന്നെയുള്ളൂ, നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ലോഫ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡൊക്കെ ഞാനിതുപോലെ ഒരേ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രം വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തിയെടുത്ത് ഒരേപോലെ സൈഡ് മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മൊത്തം ബ്രൗൺ ആയിട്ടുള്ള ഭാഗങ്ങൾ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രെഡിലേക്ക് കുക്കുംബറും ക്യാരറ്റ് മിക്സ് ആയിട്ടുള്ള സാൻഡ്വിച്ച് സ്പ്രെഡാണ് ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ എല്ലാ ബ്രെഡിലും ഇതുപോലെ മാറി മാറി ഓരോന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന എഗ് ബാറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡും ഞാനിതുപോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ എഗ് ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് പാനിലേക്ക് ഇച്ചിരി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് രാവിലെയൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 2 ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഈ ബ്രെഡിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് സ്പ്രെഡ്, അതുപോലെ തന്നെ മയോണൈസ്, അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ്, ഇതിന് പകരമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചീസും കൂടെ വെക്കാവുന്നതാണ് കേട്ടോ. രാവിലെയൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ രാവിലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് തന്നെ കഴിച്ചോളൂ കേട്ടോ. ഒരു 2 മിനിറ്റ് സമയം മതി കേട്ടോ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.